ചെറിയ ചെറിയ ഏരിയകളുടെ കൺട്രോൾ അയാൾ പാബ്ലോയ്ക്ക് നൽകി. പതിയെ പതിയെ ഫാബിയോ റെസ്ട്രപ്പോയുടെ ഒരു വിശ്വസ്തനായി പാബ്ലോ മാറി. ആ സമയങ്ങളിൽ പാബ്ലോയ്ക്ക് ലഭിച്ചിരുന്ന പ്രതിഫലം അതിഭീകരമായിരുന്നു. താൻ ഇതുവരെ ചെയ്ത ജോലികളെക്കാളും വലിയ പ്രതിഫലമായിരുന്നു അത്. അതുകൊണ്ട് തന്നെയായിരുന്നു ആ വിചിത്ര ചോദ്യം പാബ്ലോയുടെ മനസ്സിലുയർന്നത്. വെറും ജോലിക്കാരനായ തനിക്ക് ഇത്രയധികം പണം ലഭിക്കുന്നുണ്ടെങ്കിൽ ഫാബിയോ റെസ്ട്രപ്പോയ്ക്ക് എത്ര ലഭിക്കുന്നുണ്ടാകും? കൊളംബിയയിലെ അണ്ടർവേൾഡിനെ ഞെട്ടിച്ചുകൊണ്ടാണ് ആ വാർത്ത പടർന്നു പിടിച്ചത്. ഫാബിയോ റെസ്ട്രപ്പോ കൊല്ലപ്പെട്ടിരിക്കുന്നു. കൊലയാളി വിശ്വസ്തനായ പാബ്ലോ എസ്കോബാർ. ഫാബിയോ റെസ്ട്രപ്പോയുടെ ആ കസേര അധികം സമയം ഒഴിഞ്ഞുകിടക്കേണ്ടി വന്നില്ല. കൊളംബിയയുടെ അണ്ടർവേൾഡ് ഡ്രഗ് ലോർഡായി പുതിയ ഒരാൾ അവിടെ കയറിയിരുന്നു.